ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടുത്തെ സ്ഥലം അങ്ങ് മാറി കേട്ടോ. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. എൻ്റെ അമ്മോ തിരക്കോവിയെ തിരക്ക് കേട്ടോ ഫുള്ള്. നോ ചൈന നോ ചൈന ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കാണല്ലോ. ഇത് വേറെ കൊറിയയിലെ വീല് അള്ളാഹു അക്ബർ എന്നാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, ഗോഡ് ഈസ് ദ. അങ്ങനെ നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു, ഇറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഒരു പാലസ് എന്ന് പറഞ്ഞ പേരിലാണ് കേട്ടോ ഈ കാണുന്ന ഹോട്ടലിൻ്റെ പേര്. പണ്ടത്തെ പാലസ് വല്ലോ തന്നെയാണെന്തോ എനിക്കറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഭാഗയ്ക്ക് തന്നെ ഇമ്പീരിയൽ പാലസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. 28,000 ഇതാണ്. 28,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 10,500 രൂപ. അത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഹോട്ടൽ കേട്ടോ. അടിപൊളി കേട്ടോ. ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടൽ. പക്ഷെ പ്രൈസ് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പ്രൈസാവും ഈ ഒരു ഹോട്ടലിന്. സാധാരണ കേരളത്തിൽ എന്ന് പറയുമ്പോൾ പൊതുവേ ഹോട്ടലിനും ടൂറിസത്തിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് കമ്പയർ ടു അതർ പാർട്ട് ഓഫ് ഇന്ത്യ. ഇതുണ്ടല്ലേ നല്ല രസമുള്ള ഒരു ഇത് കേട്ടോ. അടിപൊളി. അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വേറെ എന്തോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ലോബി ഏരിയ. നമുക്ക് റെസ്റ്റ് എടുക്കാനും ഇതിനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ആ കാണുന്നത് നമ്മുടെ കഫ്റ്റേരിയ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഓ സോ കളർഫുൾ, glittering. What's mean? Let's go. Evening like 6 o'clock? 6, 7, yeah. 6 p.m. 6 or 7 or yeah, or before that. നമ്മളിവിടെ ബാഗേജ് ഇവിടെ കൊടുക്കുവാണ്. അതുകൊണ്ട് നമ്മുടെ I don't like this. You want this? No, I don't like. നമ്മൾ ബാഗ് ഇവിടെ കൊടുത്തിട്ട് ഇനി വൈകിട്ട് വന്ന് എടുക്കും. ദിസ് ഹെൽപ്പ്. Yeah, it's for help. ഞാനിവിടെ വന്നിട്ട് ഇതിലൊറ്റ പ്രസ് കേട്ടോ. ഇവിടെ ക്രോസ് ചെയ്യാനെന്ന് പറഞ്ഞ് ഇത് ആക്ച്വലി ഹെൽപ്പിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഹെൽപ്പിന് വേണ്ടി ഇത് നമുക്ക് ആക്കേണ്ടതാണ്. അല്ലാതെ എന്താ പറയുക ട്രാഫിക് ഇങ്ങനെ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല. സോ അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി ക്രോസ് ചെയ്ത് മെട്രോയിലോട്ട് പോവാണ്. ഉച്ചയ്ക്ക് എല്ലാവർക്കും അവിടെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ബ്രേക്ക് കിട്ടിയ സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മുടെ ഷാബി സ്റ്റേ ചെയ്തത്. നമ്മൾ ഇവിടെ വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കേണ്ട കാർഡെന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കാർഡ് നമുക്ക് ടീമണി കാർഡെന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ഇതിൽ നമുക്ക് വാങ്ങിച്ചിട്ട് ടീമണി കണ്ടില്ലേ, ഇതിൽ നമുക്ക് പൈസ ഇവിടെ നിന്ന് തന്നെ റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ടേക്ക് ഷാബി. എൻ്റെ അടുത്ത് 2 കാർഡുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ അവൾക്ക് കൊടുത്തു, പിന്നെ ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന കാർഡാണ് കേട്ടോ. അവർ നമ്മുടെ എസ്കലേറ്റർ ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ അത് കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. 4 പേര് ഒത്തിരുന്ന് 4 സ്ഥലവും ഒരുപോലെ ക്ലീൻ ചെയ്ത് പോകുന്ന ഇതാണ്. നമ്മൾ മെട്രോ കയറി സബ്വേയിൽ നിന്നാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഞാൻ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പള്ളിയിലോട്ട് നമസ്കരിക്കാനായിട്ട് പോവാം. ഈ കാണുന്ന ഒലിവ് അങ്ങ് കേട്ടോ, ഇത് ഭയങ്കര ഇവിടുത്തെ ഫേമസ് ബ്രാൻഡാണ് കേട്ടോ. ഇവിടുത്തെ സൺസ്ക്രീമുകൾ അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇന്നലെ എന്നെ നമ്മുടെ എന്നെ കൊണ്ടുപോയി വാങ്ങിച്ചതും ഒലിവ് എങ്ങിന്നാണ് കേട്ടോ. നമ്മൾ ബസ് കയറാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 400 യെസ് അവർ ബസ്. ഐ തിങ്ക് വി ഗോ ദെയർ. യാ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ബസ്സിലോട്ട് കയറാനായിട്ട് പോകുന്നു. ബസ്സിലും എല്ലായിടത്തും നമ്മുടെ നേരത്തെ ഉപയോഗിച്ച കാർഡില്ലേ, ആ കാർഡ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. കയറുമ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ്. നമ്മൾ ഇവിടെയുള്ള പള്ളിയിൽ വന്നതാണ് ജുമ നമസ്കരിക്കാൻ. നോക്കുമ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പള്ളിയൊക്കെ കഴിഞ്ഞു, സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. ഇതാ ആളുകൾ അവിടെയാണ് കേട്ടോ പള്ളി കാണാൻ സാധിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പള്ളി കറക്റ്റ് കാണിച്ചു തരാം. ഇവിടെ വലിയ പള്ളിയാണല്ലോ. ഇവിടെ ധാരാളം ആളുകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വാവ്,
അടിപൊളിയാണ് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വരാം കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്തൂടെയാണോ കയറുന്നത്? ഞാൻ പക്ഷേ സമയം കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ഇവിടെ കുറേ ഡോണർ റെക്കഗ്നൈസേഷൻ പോകണം. അതായത് ഏതൊക്കെ രാജ്യമാണ് ഇത് ഫണ്ട് ചെയ്തതെന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് റിപ്പബ്ലിക് ഓഫ് കൊറിയ, പിന്നെ കിങ്ഡം ഓഫ് സൗദി, കിങ്ഡം ഓഫ് മൊറോക്കോ, ഇന്തോനേഷ്യ, ഖത്തർ സ്റ്റേറ്റ്, കുവൈറ്റ് സ്റ്റേറ്റ്, മലേഷ്യ, പിന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല സ്ഥലങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പിന്നെ കുറേ ബിസിനസ് ആളുകൾ, പ്രൈവറ്റ് ആയിട്ടുള്ള അവരൊക്കെയാണ് കേട്ടോ ഇത് ഫണ്ട് ചെയ്തത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളി. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കാനുള്ള സംഭവം എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് അറബിയിൽ അള്ളാഹു അക്ബർ എന്നാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്നാണ് കേട്ടോ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആണല്ലേ? ഓ അടിപൊളി കേട്ടോ സംഭവം. ഇവിടെ നമ്മുടെ പള്ളിയുടെ താഴായിട്ട് തന്നെ ഇവിടെ അവരുടെ ഒരു സ്കൂൾ കേട്ടോ. ഇവിടെ ഒരു സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മൾട്ടി കൾച്ചേർഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. പല രാജ്യങ്ങളിൽ നിന്ന് എനിക്കൊന്ന് ഇവിടെ ജോലി എടുക്കുകയും പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനത്തെ ഉള്ള ആളുകളാണ്. അവിടെ ആണുങ്ങളുടെ പ്രെയർ ഹാള്. ഞാൻ മുകളിലോട്ടൊന്ന് കയറട്ടെ. ഞാൻ ഓൾറെഡി ലേറ്റായ കേട്ടോ. നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഷഹാദയുടെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, സദക്ക, നമ്മുടെ പൈസ ഇടുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഷൂ സ്റ്റോള് സംഭവങ്ങൾ പള്ളിയുടെ അകം ഞാനൊന്ന് കയറി കാണിച്ചു തരാം. അടിപൊളി പള്ളി കേട്ടോ. വാവ്, വേറെ ലെവൽ കേട്ടോ. പള്ളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. നമ്മുടെ കറക്റ്റ് ഇറാനിലൊക്കെ പോലുള്ള അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇറാനിലെ ആ ഒരു വാളൊക്കെ പോലെ. ഞാൻ എന്തായാലും നമസ്കരിച്ച് ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കൊറിയയിലുള്ള കൊറിയൻ കുറേ എഴുത്തുകളാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള കുറേ ബ്രോഷർ സംഭവങ്ങളാണ്. ജീസസ് ആൻഡ് മുഹമ്മദ്, വുമൺ ഇൻ ഇസ്ലാം, മരണത്തിന് ശേഷമുള്ള ജീവിതം, അങ്ങനെ കുറേ സംഭവമുണ്ട് കേട്ടോ. ഹ്യൂമൻ റൈറ്റ് ഇൻ ഇസ്ലാം, ഇതെനിക്ക് ആക്ച്വലി ഒന്നെടുക്കണം. പിന്നെ മിന്ത് ഫാക്റ്റ് അബൌട്ട് ഇസ്ലാം, ആ സാധനമുണ്ട് കേട്ടോ. ഇസ്ലാമിലുള്ള മിന്തുകൾ. പക്ഷേ ഇത് ആക്ച്വലി ഇംഗ്ലീഷിലല്ല കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ പുറം മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ കേട്ടോ. ബാക്കി ഇതെല്ലാം തന്നെ കൊറിയയിലാണ് കേട്ടോ. അതൊന്നും ഒന്നും മനസ്സിലാവില്ല. നല്ല രസമുണ്ട് കേട്ടോ പള്ളി. എനിക്കൊന്നും ഇവിടുത്തെ സ്റ്റുഡൻസും ഇവിടെ അല്ലാത്ത ആളുകളൊക്കെ വന്ന് എന്താ പറയുക നമസ്കരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. വേറെ പള്ളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. കുറേ ഇന്തോനേഷ്യക്കാരുണ്ട് കേട്ടോ. കുറേ ആളുകൾ ഇന്തോനേഷ്യ എന്നൊക്കെ വന്ന ആൾക്കാർ. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം സംഭവമൊക്കെ ഈ അടിഭാഗത്ത്. അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് കേട്ടോ സ്കൂള്. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് സംഭവം. ഇതിലേക്കൂടെ വേറൊരു എക്സിറ്റാണ് ഈ കാണുന്ന ഭാഗത്തൂടെ. Nani? നന്ദി. Nani? You still remember? Yeah, Nani. Nani. Only Nani. നന്ദി. Funny. Oh, yo, no. You're funny. ഓർമ്മയുണ്ട് കേട്ടോ. നന്ദിയും പന്നി എന്നുള്ള വാക്കൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ പഠിപ്പിച്ചെടുത്താണ്. നന്ദിയൊക്കെ ഓർമ്മയുണ്ട് സംഭവം. നമ്മൾ വീണ്ടും മെട്രോയിനകത്ത് കയറി മറ്റൊരു സ്ഥലത്തോട്ട് പോകണം. പള്ളിയിൽ പോയി അതൊക്കെ കഴിഞ്ഞു. ഞാൻ കണ്ട് ഇത് ഇത്താവോൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത്താവോൻ. ഇതൊക്കെയാണ് കേട്ടോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓടിക്കയറിയല്ല, ഇറങ്ങാനുള്ള ആൾക്കാരെയും കൂടെ അവിടെ കൊണ്ടിട്ടിട്ട് ഓടിക്കയറിയല്ല. നോ സ്പേസ്. നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അത് പോയി. ഞാൻ വീണ്ടും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചൈനീസ് സ്റ്റോറാണ് കേട്ടോ. ഡെയ്സ് എന്ന് പറഞ്ഞാൽ ഡെയ്സി അങ്ങനെ എന്തോ ഉള്ള ചൈനീസ് സ്റ്റോർ. അവിടെ വന്ന് നമ്മൾ ഇതിൻ്റെ വില ഇവരുടെ നാട്ടിൽ നോക്കുകയാണ്. 50 യുവാൻ. Oh no. 50 യുവാൻ. From Korea. ചൈനക്കാരുടെ പ്രധാന പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ തറയിൽ കയറിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് താണ്ട് ലിഫ്റ്റിൽ കയറി താഴോട്ട് ഇറങ്ങുക. നല്ല ടയേർഡായി കേട്ടോ. സത്യം പറയില്ല, നടന്ന് വേദന എടുക്കുന്നു. എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു കേട്ടോ. ഇമാര് താഴെ എന്ത് ചെയ്യുന്നു. നമ്മൾ ഇനി താണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കാണല്ലോ.
ഇത് വേറെ കൊറിയയിലെ അല്ല സൗത്ത് കൊറിയയിലെ തന്നെ സിയോളിൻ്റെ പല ഭാഗങ്ങളുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഒരു ഭാഗത്തും പോയിട്ടില്ല. ആകെ 2-3 സ്ഥലത്ത് മാത്രമേ ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. എല്ലാം നല്ല മോഡേൺ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ നൈസ് ടു സീ യു എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അത് ആക്ച്വലി ധാരാളം നമുക്ക് മംഗോളിയയിൽ കാണാൻ സാധിക്കും കേട്ടോ. ഈ കാണുന്ന സ്റ്റോർ നൈസ് സീ യു എന്ന് പറയുന്ന സ്റ്റോറ് നല്ല രസമുണ്ടല്ലോ ഇവിടെയൊക്കെ കണ്ടില്ലേ. നമ്മളിപ്പോൾ മിങ്ഡോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ ഫുള്ള് ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് മുഴുവൻ. കണ്ടില്ലേ, ഫുൾ ഫോറിനേഴ്സ്, വിദേശികളെയൊക്കെ നമുക്ക് ധാരാളം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുൾ അങ്ങോട്ടൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ, നമ്മുടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ പോലെ. വെൽക്കം ടു ക്ലീൻ മിങ്ഡോങ് സ്ട്രീറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു ഭാഗത്തിനെ പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ലൈവായിട്ട്, സ്ട്രീറ്റ് ഫുള്ള് ലൈവാണ് കേട്ടോ. ഫുള്ള് ഷോപ്പിങ്ങിനും നടക്കാനും എല്ലാത്തിനുമുള്ള ഒരു സ്ട്രീറ്റ്. 2 ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 2 പേരും ഇവിടെ നടന്ന് വരുവാണ്. ആ വാട്ട് ഈസ് ലബൂബു ബൂബു? ഓ ഇതാണ് കേട്ടോ ലബൂബു എന്ന് പറഞ്ഞാ. ഹിസ് നെയിം ഈസ് ലബൂബു. very famous. ഓ നിങ്ങൾക്കറിയായിരിക്കും, എനിക്കറിഞ്ഞൂടാ കേട്ടോ. ലബൂബു ബൂബു ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ ലബൂബു. ഇവിടെ എല്ലാം ഇതുപോലത്തുള്ള ക്യാരക്ടറും സംഭവങ്ങളും കൊറിയ നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടുതൽ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനായിരിക്കും കൂടുതൽ അറിയാമെന്നുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഫുള്ള് കോസ്മെറ്റിക് ഷോപ്പുകൾ, ഫുള്ള് യങ്സ്റ്റേഴ്സ് എല്ലാവരും. നല്ല രസമുണ്ട് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ. കണ്ടില്ലേ, ഇതൊക്കെ പോപ്പ് മാർട്ട് ഇവിടെ ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടറിൻ്റെ ടോയ്സും സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. എൻ്റെ തിരക്കൊക്കെ ആളുകൾ ഇതിൻ്റെ അകത്ത് വരാനായിട്ട്. എൻ്റെ അവിടെ അടയ്ക്കുവാണ് കേട്ടോ. തിരക്കൊക്കെ തിരക്ക് കേട്ടോ ഫുള്ള്. എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ അമ്മോ, വാട്ട്സ് ഹാപ്പനിങ്? Many people place to buy. ലബൂബു നോ ലബൂബു. ലബൂബു ഫിനിഷ് ആയിരുന്നു. ലബൂബു വാങ്ങാൻ വേണ്ടി ആൾക്കാർ തള്ളിക്കയറിയാണ് കേട്ടോ. എനിക്കറിഞ്ഞൂടെ ഇത്രയ്ക്ക് തിരക്കാണോന്ന്. ലബൂബു വാങ്ങാൻ വേണ്ടി തള്ളിക്കയറിയ ആൾക്കാരെല്ലാം അതുപോലെ ഇറങ്ങി ലബൂബു നോ എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ. ഓക്കെ നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറയാലോ എന്ത് തിരക്കായിരുന്നു. നമ്മൾ കയറിയപ്പോൾ മറ്റേ സുനാമി വന്ന പോലെയാണ് ആൾക്കാർ ലബൂബു വാങ്ങാൻ വേണ്ടി പോയത്. ലബൂബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ കാണിച്ചു തന്നല്ലോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലബൂബു. ഞാൻ പറഞ്ഞു ലബൂബു ഇല്ലാത്ത സമയം കൊണ്ട് അബൂബു അല്ല വാങ്ങിച്ചുകൂടായിരുന്നോ? യു ബൈ അബൂബു, നോ ലബൂബു, ബൈ അബൂബു. ഫുൾ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. പോലീസ് വരെ ഉണ്ട് കേട്ടോ ഈ കടയുടെ പുറത്ത്. പോപ്പ് മാർട്ട് എന്നാണ് കേട്ടോ. എന്ത് ഫേമസ്. ഫുൾ ഇതുപോലുള്ള ക്യാരക്ടറുകളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ നമ്മുടെ പോപ്പ് ആർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ അബൂബു അല്ലല്ലോ ലബൂബു എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ. പിന്നെ അഡിഡാസിൻ്റെ സ്റ്റോർ ഇവിടെ നമുക്ക് കാണാം. ഫുള്ള് എന്താ പറയുക, ഫാഷൻ സ്റ്റോറുകൾ, പിന്നെ ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, അതിൻ്റെയൊക്കെ സ്റ്റോറുകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ട്രീറ്റ്. ആക്ച്വലി കൊറിയ ഞാൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. കൊറിയ എൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ട് നമുക്ക് ഒന്നും വിലയിരുത്താൻ പറ്റില്ല. കൊറിയയിൽ കാഴ്ചകൾ ധാരാളം കാണാറുണ്ട്. വേറെ കൊറിയയിൽ ഏതെങ്കിലും പോയ ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. ഞാൻ പിന്നീട് വരും എന്തായാലും. ഇപ്പം സമയമില്ല. ഇപ്പം ഞാൻ തൽക്കാലം അബൂബുവിനെയൊക്കെ കാണിച്ചു തരാം. നമ്മൾ വീണ്ടും നടന്ന് നീങ്ങുവാണ്. മുഴുവൻ വിദേശികളാണ് കേട്ടോ. എൻ്റെ അമ്മോ, മുഴുവൻ വിദേശികളല്ല, സോറി, കൂടുതൽ കുറേ വിദേശികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ പോകുന്നത് വിദേശികളാണ്. ക്യാമറ കട്ട്.
ഇവിടെ ഫുൾ ആൾക്കാർ ഇതുപോലുള്ള സെൻറ്റർ ഭാഗത്തൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കും കേട്ടോ. ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അതാണ്. അങ്ങനത്തെ ഒരു സ്പോട്ടുകളാണ് കേട്ടോ ഈ സെൻറ്റർ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വേറൊരു ഇതാണ് കണ്ടോ, മിയൻഡോങ് തിയേറ്റർ. മിയൻഡോങ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. നിങ്ങൾ വന്നാൽ മതി, നല്ല രസമുണ്ട്. സോളിൽ തന്നെയാണ് നമ്മുടെ മിയൻഡോങ് എന്ന് പറയുന്ന സ്ട്രീറ്റ്. അടിപൊളി കേട്ടോ. എനിക്കൊന്ന് വൈകുന്നേരമൊക്കെ വരാനും ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാനും ഷോപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയത്. സ്പെഷ്യലി ഡേയ്സോ ഇതാണ് കേട്ടോ ഞാൻ കയറിയ ചൈനീസ് സ്റ്റോർ. ഈ കാണുന്ന സ്റ്റോറിലാണ് ഞാൻ കയറിയത്. ഇതാണ്ടേ മിനി മിർമി. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ജൊഗേവ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് രസമല്ലേ ഇവിടെ എല്ലാം കാണാനായിട്ട്, നല്ല രസമുണ്ട്. നമ്മൾ ഇനി കോഫി എല്ലാം കുടിച്ചിട്ടൊന്ന് നീങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു സ്മൂത്തി വാങ്ങിച്ച്. ഇവിടുത്തെ കൊറിയൻ ഫേമസ് ചിക്കൻ ആണെന്ന് തോന്നുന്നു. BHC ചിക്കൻ കേട്ടോ. BSC ചിക്കൻ ബിയർ പ്ലേറ്റ്. അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചില്ല. രാവിലെ എന്തോ കുറച്ച് സംഭവം കഴിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ബീച്ച് ചിക്കലിൻ്റെ മുകളിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടില്ലേ. അവരെല്ലാവരും കയ്യൊറ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇട്ട് കഴിക്കുകയാണ് കേട്ടോ. കയ്യൊറയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടി, നല്ലപോലെ കഴിക്കാൻ വേണ്ടി. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. BHC ബെറ്റർ ഹാപ്പിയർ ചോയ്സ്. അതാണ് കേട്ടോ, ബെറ്റർ ആൻഡ് ഹാപ്പിയർ ചോയ്സ്. അതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഖത്തർ നമ്മളിവിടെ ഭക്ഷണം വന്നിട്ടുണ്ട്. നമ്മുടെ ഇതാണ് കേട്ടോ ഇവരുടെ ചിക്കൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ചിക്കൻ. എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇറ്റ്സ് ഗുഡ്. Nice? Eat. You eat. Like Qatar. Qatar. Yeah, Qatar. Every day eat. ഖത്തറിൽ പോയപ്പോൾ ഫുൾ ടൈം ഇവിടെ കൊണ്ട് ഫുഡ് തീറ്റിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഈറ്റ് അതാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. ഞാൻ നോക്കാം കേട്ടോ, ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ എൻ്റെ ഇയർ പീസൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. Quickly, we don't have more time. We need to eat another food. Another food? നമുക്കിനി ഭക്ഷണം കഴിച്ചു തുടങ്ങാം കേട്ടോ. നല്ല വിശപ്പ് കേട്ടോ, ഒന്നും ഞാൻ കഴിച്ചില്ല. Very okay. Very okay. Very okay. Amazing. ഇത് മഞ്ഞപ്പൊടി ചിക്കൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇവിടെ തന്നെ കൂട്ടി കൂമ്പാരാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. യു വാണ്ട് ടു ടേക്ക് ദിസ് ഹോം? എൻ്റെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കേട്ടോ. യു വാണ്ട് മോർ ഫുഡ്? Do you want to eat more food? Yeah, what? More street food. Let's go. Let's go now. ഇവളോടെ കൂടി എൻ്റെ ഇംഗ്ലീഷോടെ പോയി. ഹായ് എമ്മി, ഹായ് ഷാബി. നല്ല രസമുണ്ട് കേട്ടോ. എന്ത് ക്യൂട്ടല്ലേ. കുരങ്ങനെ വെച്ചിരിക്കുന്ന നോക്കിയേ. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ കടകളായിട്ട് ഷോപ്പും സംഭവങ്ങളൊക്കെയാണ്. ഓൾറെഡി വയറ് നിറഞ്ഞ് കവിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വയർ ഫുള്ളാണ്. ഒലിവിയങ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ഒലിവിയങ്. അതായത് എന്താ പറയുക, സൗന്ദര്യം കൂട്ടുന്നതിൻ്റെ കോസ്മെറ്റിക് സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന കുറേ ആൾക്കാരെയാണ് കേട്ടോ. താങ്ക് യു. Спасибо. Shukran. Nani. ഇവിടെ നമുക്ക് കുറേ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ.
ഇന്നലെ കുറെ ട്രൈ ചെയ്തു. ഞാൻ നമ്മുടെ സേയയുടെയും പിന്നെ നമ്മുടെ എമ്മിക്കുട്ടിയുടെ അടുത്തും കൂടിയാലാണ് കേട്ടോ എന്നെ സൗന്ദര്യവാനാക്കുന്നത്. എമ്മിക്കുട്ടിയുടെ അടുത്താകുമ്പോൾ ഫുൾ ഫേസ് പാക്ക്. ലാസ്റ്റ് റഷ്യൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എപ്പോഴും കയ്യിൽ ഫേസ് പാക്കും സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും കേട്ടോ. ഫുൾ ടൈം കയ്യിൽ കാണും. അതുകൊണ്ട് വേറെ പേടിക്കുകയൊന്നും വേണ്ട. ഇവളുടെ കൂടെ ഒരു 2 മാസം 3 മാസം കൂടിയാൽ ഞാൻ സുന്ദരനായിട്ട് വരും കേട്ടോ. ഇന്നലെ എന്തൊക്കെയാണ് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇന്ന് താണ്ട് ഒരു ലോഡ് സാധനം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഓരോ ആൾക്കാർ ഇറങ്ങി പോകുന്ന ആൾക്കാർ ഒരു ചാക്ക് കണക്കിനാണ് ഫേസ് പാക്കുകളും അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഉപയോഗിക്കുന്ന കാണുന്നത്. നമ്മുടെ നാട് പോലെ അല്ല കേട്ടോ. ഇവിടെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സൗന്ദര്യം വർധനയും ഇതൊക്കെ. ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടുത്തെ സ്ഥലം അങ്ങ് മാറി കേട്ടോ. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. എൻ്റെ അമ്മോ, ഫുൾ സ്ട്രീറ്റ് ഫുഡായിരുന്നു. ഇതാണ് ഇവർ പറഞ്ഞത് സ്ട്രീറ്റ് ഫുഡ് എന്ന് കേട്ടോ. ഇവിടെ വരിയായിട്ട് ഇങ്ങനെ വരിയായിട്ട് താണ്ടെ അങ്ങോട്ട് അങ്ങനെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ഓരോ ഭക്ഷണങ്ങളായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ വയറിൽ കഴിക്കാൻ ഒരു മൂടുമില്ല. ഫുള്ള് ഭക്ഷണമാണ് കേട്ടോ. വാവ്, അടിപൊളി കേട്ടോ, വേറെ ലെവൽ കേട്ടോ. ഇപ്പോൾ കാണാനായിട്ട് ചിക്കൻ എന്ന് പറഞ്ഞ സംഭവങ്ങൾ അടിപൊളി കേട്ടോ. എനിക്കൊന്ന് രാത്രി ആയിരിക്കും ഈ സ്ട്രീറ്റ് കൂടുതൽ മനോഹരമാവുന്നതെന്ന് തോന്നുന്നു. രാത്രി വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇതെന്താ സാധനം? എല്ലാം കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. കൊറിയ തങ്ക് ഹുലു ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതാണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ഞണ്ടിൻ്റെ കുറച്ച് സീ ഫുഡ് വിഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കൊള്ളാം കേട്ടോ, അടിപൊളി കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. അവിടം വരെ നമുക്ക് അങ്ങോട്ടും ഉണ്ട് കേട്ടോ, സ്ട്രീറ്റ് ഫുഡ് അങ്ങോട്ടും ഉണ്ട്. ഇതിവിടുത്തെ വേറൊരു ഫേമസ് ഭക്ഷണമാണ്. കൈ പിടിക്കാൻ സ്ഥലമില്ല കേട്ടോ. ഇവിടെ മോമോ പോലത്തെ സാധനം. നമ്മളിവിടെ വേസ്റ്റ് ബിന്നൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് കടയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. തൽക്കാലം ഞാൻ അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്തും വേസ്റ്റ് ബിന്നൊന്നും കാണാനില്ല. അതുകൊണ്ട് തൽക്കാലം യു ഈറ്റ് മൈ സ്റ്റൊമക്ക് ഫുൾ. യു ഈറ്റ്. ഇതുപോലെ ഓരോ ആളുകൾ തട്ടുകൾ കൊണ്ടുവന്ന് തുറന്ന് അങ്ങോട്ട് ഈ തിരക്കുകയോ എൻ്റെ അമ്മോ, വേറെ ലെവല് നമ്മുടെ സ്ട്രീറ്റ് മാർക്കറ്റ് കേട്ടോ. അടിപൊളി സംഭവം. പക്ഷെ ഇവിടെ വേസ്റ്റ് ഇടാൻ പറ്റില്ല, കണ്ടില്ലേ? ഒരു കടക്കാരും അവരുടേതായിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടില്ല കേട്ടോ. വരുന്നവരാരായാലും വാങ്ങിച്ചിട്ട് പോവുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഇവിടെ ഉള്ളൂ. സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്ത് ക്യൂട്ടല്ലേ ഭക്ഷണങ്ങൾ, ക്യൂട്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ കേട്ടോ. ഇവിടുത്തെ ഭക്ഷണം കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ട്നെസ് ആണ്. ഞാനങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം സെയിലിനൊക്കെ വെച്ചിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞ്. Kitty? Hello Kitty. Huh? Hello Kitty. What is that? This red shop. Oh, Hello Kitty. It's a restaurant? Hello Kitty. Food? Not food. Oh. It's like Labubu. Like Labubu ഷോപ്പിനെ പോലുള്ള ഷോപ്പാണ് കേട്ടോ. ക്യാരക്ടർ ഷോപ്പ്. ടോയ്. നമ്മുടെ ടോയ്സിൻ്റെ ഷോപ്പാണ് നമ്മുടെ ക്യാരക്ടറൊക്കെ വിൽക്കുന്നത്. ഇവിടെയും അങ്ങനത്തെ എല്ലായിടത്തും ഇതുപോലത്തെ ഷോപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ ആപ്പിൾ കഫേ. ഇവിടെ അവരുടെ കഫേ നോ, ദിസ് കഫേ ഫുഡ് നോ. ഇത് ഭക്ഷണത്തിൻ്റെ കട തന്നെയാണ് കേട്ടോ. ചെൻചാൻ ബൈ. ചെൻചാൻ ബൈ. സി യു. ശേഷേ പോക്കോച്ചി. ഓക്കെ ശേഷേ ബൈ. അങ്ങനെ ചെൻചാൻ പോയി. വാ ഷാബി. ഇത് മണിക്കൂറായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരുന്നു കേട്ടോ. എന്തൊക്കെ എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിനിടയിൽ ഞാനാകെ വാങ്ങിച്ച 2-3 സാധനങ്ങൾ. നമ്മൾ മെട്രോ കയറി ഹോട്ടലിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ട്രെയിൻ സ്റ്റേഷൻ എടുക്കാനല്ല, ട്രെയിൻ എടുത്തിട്ട് നേരെ പോവേണ്ടത് എവിടെയാണ്? ബുസാനിലോട്ടാണ് കേട്ടോ. ബുസാന് നമ്മുടെ സദേൺ ഭാഗമാണ്, സൗത്ത് കൊറിയയുടെ സദേൺ ഭാഗത്തുള്ള ഒരു നഗരമാണ് ബുസാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബുസാനിലോട്ടാണ് പോകുന്നത്. ഏകദേശം 3 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള എക്സ്പ്രസ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഉണ്ട്. 3000-1500 രൂപ ഉണ്ട് കേട്ടോ. വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ അതെടുക്കേണ്ടി വന്നു. അങ്ങനെ താണ്ടെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലോട്ട് മെട്രോ കയറാൻ വേണ്ടി ഇതാ വന്നിട്ടുണ്ട്.
Shabby Kuti. Okay? You happy? Are you happy? Not shabby, Kuti. You're shabby, I'm Kuti. No, you Shabby. You know Emmy Kuti, okay? Oh, I'm a Kuti, okay. Okay? No, Shabby Kuti. Shabby, I'm You Kuti. shabby? Yeah, shabby. You Shabby, I am Kuti. You're shabby. You Shabby. You're shabby, Kuti. Oh. തിരിച്ച് തളർന്ന അവശനായി നമ്മൾ ഹോട്ടലിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഹോട്ടലിലോട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല തളർന്നിട്ടുണ്ട് കേട്ടോ. ഇനി സമയമില്ല, ഇനി ആകെ ഉള്ളത് 1 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നേരെ ട്രെയിൻ എടുക്കാൻ വേണ്ടി പോയിട്ട് അയ്യ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം നടന്നു. നമ്മുടെ എമ്മിക്കുട്ടി ബുക്ക് ചെയ്ത ഫ്ലൈറ്റില്ലേ, എൻ്റെ കൂടെ വിയറ്റ്നാം വരാൻ വേണ്ടി ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് പോവേണ്ട ദിവസം കറക്റ്റ് തന്നെയാണ്. എൻ്റെ ഫ്ലൈറ്റിന് സമാനമായിട്ടുള്ള സെയിം ടൈമിനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്. പക്ഷേ 1 മാസം കൂടെ കഴിഞ്ഞ് കേട്ടോ. അടുത്ത മാസത്തേക്കാണ് ബുക്ക് ചെയ്തത്. ഈ മാസം പോവേണ്ടത്, അതായത് നാളെ പോവേണ്ടതിന് അടുത്ത മാസത്തെ നാളത്തെ ദിവസം ഇട്ട് തിരിച്ചു കേട്ടോ. അങ്ങനെ ബാഗ് കിട്ടി. അവസാനം നമ്മളൊരു ടാക്സി പിടിച്ചു. നമ്മൾ നേരെ സൗത്ത് സ്റ്റേഷനിലോട്ട് പോവാണ്. കാരണം ഇനി ടൈമില്ല കേട്ടോ, നിൽക്കുന്ന ടൈമില്ല. ഇനി മെട്രോയിൽ വല്ലതും പോയാൽ ട്രെയിൻ കിട്ടൂല. അതുകൊണ്ട് ഇനി ടാക്സിയിൽ പോവാണ്. ഷാബിയുടെ കൂടെ കൂടി ഞാനും മെട്രോയിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ ഷാബിയാണ് പറഞ്ഞത് വേണ്ട ടാക്സി പോകാമെന്ന്. പിന്നെ എൻ്റെ ഒരു മൈൻഡ് മാറി. അല്ലെങ്കിൽ ഞാൻ എത്ര ലേറ്റ് ആയാലും എൻ്റെ ഒരു ഇത് മാറുവാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞ് വേറെ കസിൻ്റെ കല്യാണമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ പയ്യെ സ്ലോ ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കാത്തിരിക്കാം. അപ്പോൾ വിചാരിക്കേണ്ട എൻ്റെ ട്രാവൽ ലൈഫ് സ്റ്റൈലൊന്നും മാറിയില്ല. എൻ്റെ പാഷൻ വേറെ തരത്തിലുള്ള ട്രാവൽ ലൈഫ് സ്റ്റൈലാണ്. പിന്നെ സുഹൃത്തുക്കളോടെയും പിന്നെ ഫാമിലി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ അവർക്ക് വേണ്ടി വരുത്തും. അത്ര മാത്രമാണ് കേട്ടോ. എൻ്റെ അമ്മ. ഓക്കെ, നമ്മളങ്ങനെ സോൾ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സോൾ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് ഇനി പോവേണ്ടത്. ഇവിടെ എന്തോ നടക്കുവാണല്ലോ, അമേരിക്കയുടെ ഫ്ലാഗ് വെച്ച്. എന്ത് നടക്കണേന്ന് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ നോ ചൈൽഡ്. വാട്ട്സ് ഹാപ്പനിങ്? I only know Kamsahamnida. No China. No China. 대한민국 만세! 감사합니다. 오늘 다들 바쁘실 텐데 평일에 참석해 주셔서 정말 감사합니다. കുംസാമിത നമ്മൾ കുംസാമിത മാത്രമേ മനസ്സിലായുള്ളൂ, വേറെ ഒന്നും മനസ്സിലായില്ല. ഒരു കാര്യം മനസ്സിലായി, അതായത് ചില ഇവിടുത്തെ ആളുകൾ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ആരൊക്കെയാണ് കേട്ടോ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആവണം, കൊറിയ വേറെ രാജ്യമായി മാറണ്ട എന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ. അയ്യോ, അമേരിക്കയിലോട്ട് പോയാൽ മതി. അമേരിക്ക നല്ലപോലെ 51ാമത്തെ സ്റ്റേറ്റാക്കി നല്ലതുപോലെ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ സോൾ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സോൾ സ്റ്റേഷൻ. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ് കേട്ടോ. ഇനി ട്രെയിൻ എവിടെയാണ് നോക്കണം കേട്ടോ. അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ട്രെയിനാണ്. ഇവിടെ ഇംഗ്ലീഷ്, ഇവിടെ മാപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടു ഇഞ്ചോൺ ഗുൻസാൻ. ദേഗോ, ഇത് ഫ്ലൈറ്റൊക്കെ ആണല്ലോ കാണിക്കുന്നത്. ട്രെയിൻ ഡിപ്പാർച്ചർ സോൾ, ABC സോൾ. അറൈവൽ ബുസാൻ. യെസ്, നമ്മുടെ ട്രെയിൻ നോക്കുവാണ് കേട്ടോ എവിടെയാണെന്ന്. നമ്മുടെ ട്രെയിന് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ട്രെയിന്. 9:30 കേട്ടോ. 9:30 ട്രെയിനാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ ഉണ്ട് കേട്ടോ, ട്രാക്ക് എഴുതിയിട്ടുണ്ട്. 9:38 കേട്ടോ എൻ്റെ ട്രെയിന് വരുന്നത്.
ഇവിടെ ട്രെയിനൊന്നും കറക്റ്റ് സമയത്തിന് അവർ ഓൾറെഡി 20 മിനിറ്റ് കഴിഞ്ഞ് പോവേണ്ട ട്രെയിൻ പോലും കറക്റ്റ് എഴുതിയിടുന്നില്ല കേട്ടോ. ആകെ ഒരു ട്രെയിനിൻ്റെ മാത്രം പ്ലാറ്റ്ഫോം ഇട്ടു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റാതെ ആൾക്കാരെല്ലാം താണ്ടി ഈ സ്റ്റെപ്പിൽ കയറി ഇരിക്കുവാണ്. വേറൊരു വഴിയില്ല കേട്ടോ ആളുകൾക്ക് ഇരിക്കാനായിട്ട്. അതുകൊണ്ട് ഒറ്റ ട്രെയിനിൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ബാഗും ചുവടും എല്ലാം കൂടെ ആയിട്ടിരിക്കും. അങ്ങനെ അവസാനം നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു. നമ്മളിനി ട്രെയിനിലോട്ട് പോവാണ്. ഇവിടെ നല്ല തിരക്കാണല്ലോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബുസാനിലോട്ട് പോകുന്ന ട്രെയിൻ. ബുസാൻ 300 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. ഫാസ്റ്റ് ട്രെയിനാണ് കേട്ടോ. ഈ കാണുന്നത് 9ാമത്തെ ഇതാണ്. നമ്മളത് 10ാമത്തെയാണ് കേട്ടോ. ഓ ഇത് 8ആണല്ലോ. 8, 9, 10 ഗോതേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊറിയയിൽ വന്നിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത്. ആകെ 2-3 കുറച്ച് സ്ഥലത്തോട്ടൊക്കെ ട്രെയിനുള്ളൂ കേട്ടോ. നമ്മുടെ ഇന്ത്യ പോലെ വേറൊരു സ്ഥലത്ത് ഇത്രയും ട്രെയിൻ സംവിധാനം ഇല്ല കേട്ടോ. അത് ഇന്ത്യൻ ട്രെയിൻ വേറെ ലെവലാണ്. കാരണം ഇത്രയും സ്ഥലത്ത് നമ്മുടെ സീറ്റ് തണ്ടേ 10-ൽ 4A 4B. ഓ ഇവിടെയും സ്ഥലമുണ്ടല്ലോ ആൾക്കാർക്ക് ഇരിക്കാൻ. ഓ നമ്മുടെ സീറ്റ് അവിടെ ആയിട്ടാണ്. നമ്മൾ ബാഗ് അവിടെ വെച്ചു. ഓക്കെ നമ്മുടെ സീറ്റ്. ട്രെയിനിൻ്റെ ലൈറ്റൊക്കെ പോയല്ലോ. 4A 4B. യെസ് ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ് വരുന്നത്. കൊള്ളാം കേട്ടോ ട്രെയിന്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ട്രെയിന് നമ്മൾ വിചാരിച്ചല്ലോ കേട്ടോ. ബുക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് നോക്കിയപ്പം പെട്ടെന്ന് നമ്മൾ 2 ദിവസം ഇതിനൊക്കെ അല്ലെങ്കിൽ 1 ദിവസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്യാൻ ഉച്ചയ്ക്ക് എന്തോ നോക്കിയപ്പം ആകെ രാത്രിയുള്ള 2-3 ട്രെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി ഫില്ലായിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത് പൊക്കിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടേബിൾ ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഇത് എല്ലാ ട്രെയിനിൽ പോലെ നമുക്ക് പുഷ് ബാക്ക് സീറ്റ് ഉണ്ടോ, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ആ കാണുന്ന സാധനം അതുണ്ടോ നോക്കട്ടെ. പുഷ് ബാക്ക് സീറ്റില്ലല്ലോ സംഭവം. അറിയില്ല കേട്ടോ. അതില്ലെങ്കിൽ പണി പോകാം. ഷാബി നോ പുഷ് ബാക്ക്. നോ നോ നോ. It can? Yeah. It cannot. Maybe No. wait. എൻ്റെത് പോകുന്നില്ല കേട്ടോ. നമ്മുടെ ട്രെയിൻ എടുത്തു. ഇവിടെ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര ക്വൈറ്റാണ്. ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. Next my game. എല്ലാം വീചാറ്റിലുള്ള ഗെയിമാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കേട്ടോ. കണ്ട ഇതാണ് കേട്ടോ ഗെയിം സംഭവം. നല്ല രസമുള്ള ഗെയിം സാധനം. ഇതിങ്ങനെ ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് അത് ഔട്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. കണ്ടില്ലേ? I think in the airport I can help you. Not Korean. അപ്പോൾ അവസാനം നമ്മൾ മഴയത്ത് 3 മണിക്കൂർ കഴിഞ്ഞ് നാട്ടെ ബുസാനിലോട്ട് എത്തിയിരിക്കുകയാണ്. ബുസാനിൽ നിന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ രാജ്യത്തോട്ട് പോകുന്ന യാത്രയാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനും എമ്മിക്കുട്ടിയും കൂടെ വെച്ച് ഇവിടെ നിർത്തുവാണ്. ട്രെയിനിൽ സംസാരിക്കാനൊന്നും പറ്റൂല കേട്ടോ. ട്രെയിനിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടും ആളുകൾ വരും. ആളുകളല്ല, ചക്കര വന്നിട്ട് പറയും ചുമ്മാ ഇരിക്കാൻ. നമ്മളെ രണ്ടുപേരെടുത്ത് ഫോണിൽ അറിയാതെ ശബ്ദം കൂടിയാൽ ചുമ്മാ ഇരിക്കാൻ പറയും കേട്ടോ.
യൂറോപ്പിൽ പോലും ഇത്രയും കണ്ടിട്ടില്ല. എന്നാലും അത് അവരുടെ നിയമങ്ങളാണ്, നമ്മൾ അനുസരിക്കണം. അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചേർത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സഹിക്കുന്നു. അടുത്ത വീഡിയോ മറ്റു അടുത്ത എല്ലാവർക്കും ബൈ.